വാരിതേ വാരിതേ. വിളിച്ചു എന്ന് തോന്നിയതല്ല, വിളിച്ചതാണ്. എന്തായി കാണുന്നത്? ക്ലോക്ക്, നാഴിക പണി. ഇപ്പൊ സമയം എത്രയെന്ന് അറിയാമോ? ഒരു 6-7 മണിയായി കാണുമെന്ന് തോന്നുന്നില്ലേ? 6-7 മണിയായല്ലോ. കണ്ണ് കണ്ടൂടെ? ഇവിടെ ക്ലോക്ക് നിന്നിരിക്കുന്ന കണ്ടില്ലേ? നിന്നോ? ഇന്നലെ രാത്രി വരെ ഈ മണിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ ദിവസം ക്ലോക്കിന് കീ കൊടുക്കണമെന്ന്? എത്ര വർഷമായി താൻ ഇവിടെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് ഓരോ കാര്യം എല്ലാ ദിവസവും ഞാൻ തന്നെ പറഞ്ഞിരണം അല്ലേ? വേഗം ശരിയാക്കി വെക്ക്. എടാ മണിയമ്പിള്ളേ, നീ രാവിലെ തന്നെ നമുക്കിട്ട് തന്നല്ലോടാ. എന്താ ചേട്ടാ ഇതുവരെ റെഡിയായില്ലേ? മണി 8ആയി. ഇനി മമ്മിയുടെ വഴക്ക് ഞാൻ കേൾക്കണമായിരിക്കും. അതിനെപ്പോഴേ റെഡി. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഗുഡ് മോർണിംഗ്. മോക്ക് മാത്രമേ ഇവിടെ പങ്ക്ച്വാലിറ്റി ഉള്ളൂ. മോൾ കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നില്ല. ആ മോൾ ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ചെയ്തു. ഗുഡ്. വിടിക്കാൻ ഗുഡ് മോർണിംഗ്. മമ്മി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ഓരോരുത്തരും കാത്തിരിക്കുകയായിരിക്കും. ഈ മമ്മിയുടെ ഒരു പ്രിൻസിപ്പിളും ഒരു ഡിസിപ്ലിനും. മമ്മൂട്ടിയെ പോലെ ആവുന്നില്ലല്ലോ. ഇനി മുട്ട എങ്ങാനും അടിക്കണം. പറ്റുന്നില്ലല്ലോ. പറ്റില്ലെന്നോ? ഞാൻ ആരാണെന്നോ അതിന്റെ വിചാരം? കാണണോ? ഞാനേ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാ. കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്ക് അവന്റെ പമ്പ്രത്തെ നേരാക്കി നിർത്താൻ കഴിയും. നീ പറയുന്നത് സംസാരിക്കാനേ അതിന്റെ മറ്റവനോട് പറഞ്ഞാൽ മതി. നിന്റെ മറ്റവന് ഞാൻ പറഞ്ഞത് നിന്റെ അപ്പനെ അല്ല, അത് നിന്റെ പാടി ചൂലെ. എങ്ങനെ ഉണ്ടേ ജൂനിയർ മമ്മൂട്ടി? ഇനിയുള്ള ഡയലോഗ് കേൾക്കണോ? വേണ്ടല്ലോ. ഇനി ഒരു കുളി പാസ്സാക്കി വന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. നീ ഇന്ന് തന്നെ ആ സെയിൽസ് ടാക്സിന്റെ പേപ്പേഴ്സ് ഒക്കെ കൊടുത്തയക്കണം. അതൊക്കെ മാനേജറോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നീ മമ്മിയെ മണിയടിക്കാനായിട്ട് നേരത്തെ വന്നിരിക്കാനല്ലേ? കൊള്ള പാളാണി. കേട്ടോ കേട്ടോ, എവള് മനഃപൂർവ്വം നമ്മളെ മമ്മിയെ കൊണ്ട് വഴക്കേൽപ്പിക്കുന്ന പരിപാടി. ഈയിടെയായിട്ട് നിന്റെ ഒച്ച അല്പം കൂടുന്നുണ്ട്. സോറി മമ്മി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടിങ്കുവിനെ കണ്ടില്ലല്ലോ. മുറിയിലുണ്ടാവും, ഞാൻ വിളിക്കാം. ഗീതേ, വേണ്ട. കൃത്യസമയത്തോടെ വന്നില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വേണ്ടെന്ന് വെക്കും. നീ പോയിരിക്കും. ഗുഡ് മോർണിംഗ് പരിപാടി. ഗുഡ് മോർണിംഗ് മമ്മി. നീ കുളിച്ചിട്ട് തല ചെയ്യില്ലേ? പിന്നെന്താ നിന്റെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? അത് മമ്മിയെ കണ്ട് പേടിച്ചിട്ടായിരിക്കും. പോയിരിക്കെ. രക്ഷപ്പെട്ട്. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം. കഴിക്കാൻ വരട്ടെ. ഇവിടെ ഈ കാണുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളമാ? ചെരുപ്പിന്റെ അടയാളം? ആരുടെ ചെരുപ്പിന്റെ അടയാളം ഇത്? വല്ല പൂച്ചയോ മറ്റോ പോയതായിരിക്കും.
ഒന്ന് എഴുന്നേക്കണം. പത്മാവതി, ആഹാരം കഴിക്കാൻ ഇരുന്നാ പിന്നെ എഴുന്നേക്കാൻ പാടില്ല. അതാ അതിന്റെ ഒരു ശാസ്ത്രം അല്ലേ മക്കളെ? അതെ അതെ. നിങ്ങളോടാ പറഞ്ഞു എഴുന്നേൽക്കാൻ. ആ കാലം അവിടെ വെച്ച്. ആ ചെരുപ്പോട് കൂടി തന്നെ വെക്കണം. ഇപ്പൊ മനസ്സിലായോ ഇതാരുടേതാണെന്ന്? ചേട്ടാ, ഇത് എന്റെ ചെരുപ്പിന്റെ അടയാളമാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഓഹോ, ഞാനേ ഗാർഡന് ചെടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോ ആ മരുന്ന് കഴിക്കേണ്ട കാര്യം ഓർത്ത്. അപ്പൊ പിന്നെ ഒന്നും ഓർത്തില്ല, നേരെ മുറിയിലോട്ട് ഇങ്ങ് പോന്നു. ആ, ഞാൻ തന്നെ തുടയ്ക്കാം. ഭാര്യരെ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട, ഞാൻ തുടച്ചോളാം, നിങ്ങൾ ഇരിക്കും. പത്മാവതി, എനിക്കായിട്ട് നിന്റെ പ്രിൻസിപ്പിൾ ഒന്നും തെറ്റിക്കണ്ട, ഞാൻ തുടച്ചോളാം. വേണ്ട, ഞാൻ തുടയ്ക്കാന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. വാര്യരേ, ഡാഡി, ഡാഡിയുടെ പ്രഷർ ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രഷർ നോർമൽ ആയിരുന്നു. പത്മാവതി ചെരുപ്പിന്റെ പാട് കണ്ടുപിടിച്ചും പെട്ടെന്ന് കൂടി. പ്രശ്നം സോൾവ് ചെയ്തപ്പോ വീണ്ടും നോർമലായി. ഇവിടെ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ രണ്ടു അഞ്ചാലും കാലം കുത്തുന്നോളാം. കൂട്ടത്തിൽ കുറുകനെ വിശ്വസിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. എടി നിന്നെ ഒന്ന് നോക്കി. മോളെ, ആ ജാമ്യം എടുത്തേ. Rider on the rain, Mekana told Choti see that.